മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട്. മാസത്തിൽ 5 ദിവസം മാത്രമല്ലേ കിടത്തി ചികിത്സയുള്ളൂ, ബാക്കി അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പൊക്കൂടെ. അങ്ങനെ വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട് ഈ സമയം. കരുണയ്ക്ക് അറിയത്തില്ല കണ്ണൻ ജീവനോടെയാണ് തിരിച്ചു വരുന്നതെന്ന്. കരുണ പറയുന്നുണ്ട് ആഘോഷങ്ങളൊന്നും അധികം വേണ്ട, ഇവിടെ വന്ന് നേരിൽ കണ്ടതിന് ശേഷം എനിക്ക് ബോധ്യമായതിനു ശേഷം മാത്രം ആഘോഷങ്ങൾ മതി. പല പ്രാവശ്യവും നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്, പക്ഷേ അവസാനം അതിന് വിപരീതമായിട്ടാണ് സംഭവിക്കാറ്. എന്തായാലും ഇപ്രാവശ്യം കണ്ണൻ ജീവശവമായിട്ട് വന്ന് എൻ്റെ കൺമുന്നിൽ കണ്ടതിന് ശേഷം മാത്രം മതി ആഘോഷങ്ങളെന്ന് പറയുമ്പം മറ്റുള്ളവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. അതേസമയം തന്നെ മേഘനാഥനെ ഉണ്ണി കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മേഘനാഥൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്നേരം കരുണ പറയുന്നുണ്ട്, കണ്ടില്ലേ അയാൾ മുങ്ങിയെന്ന് തോന്നുന്നു, അയാളുടെ പ്ലാനൊന്നും നടന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ണനെ കണ്ടതും എല്ലാവരും അങ്ങ് ഞെട്ടുന്നുണ്ട്, പ്രത്യേകിച്ചും കരുണ പ്രതീക്ഷിച്ചതിൻ്റെ വിപരീതമായിട്ടാണ് ഇപ്പം നേരിൽ കണ്ടിരിക്കുന്നത്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ കാണുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലേ. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഗുണ്ടകളെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് എന്തൊരു ആവേശമായിരുന്നു എന്ന് പറയുമ്പം ദുർഗാമ്മ പറയുന്നുണ്ട്, മോനെ നീ എന്താ പറയുന്നത്, നിന്നെ കൊല്ലാൻ ഞങ്ങൾ ആളെ അയക്കുകയോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ നിൻ്റെ കൂടെ നടക്കുന്ന ഇവളെ നീ സൂക്ഷിക്കണം, ഇവൾ മിക്കവാറും നിന്നെ കൊല്ലാനായിട്ട് ആളെ അയച്ചു എന്ന് വരും. അത് കേട്ട് കണ്ണൻ വല്ലാണ്ട് പൊട്ടിത്തെറിക്കുന്നു. മിണ്ടിപ്പോരുത്, എൻ്റെ ലക്ഷ്മിയുടെയും കരുണയിലാണ് നിങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നത്. എൻ്റെ ഭാര്യയാണ് മഹാലക്ഷ്മി, എനിക്കിവിടെ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ ഭാര്യയ്ക്കുമുണ്ട്. എൻ്റെ അവകാശങ്ങൾ മുഴുവനും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുത്താൽ മിക്കവാറും നിങ്ങൾ അവളെയും കൊല്ലാനായിട്ട് ആളെ അയച്ചു എന്ന് വരും. പക്ഷേ എനിക്കും എൻ്റെ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ അനന്തും ഉണ്ടാകും. അവനൊരു നല്ലൊരു വക്കീലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ. ഇപ്പോൾ അവൻ കേസും കൂട്ടമൊന്നും എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും ഇറങ്ങും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. നിങ്ങളോട് പറയാൻ മറ്റൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. എൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ചലിപ്പിച്ച് കാണിക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ വെച്ച്. അതും കൂടി ആയപ്പോഴത്തേക്ക് അവരാകെ തകർന്നു ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തു പറ്റി? സാധാരണ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷിക്കേണ്ടതല്ലേ? അത് കേട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, അല്ല മോനെ, ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് വൈദ്യന്മാരും ഡോക്ടേഴ്സും വിധി എഴുതിയതല്ലേ മോൻ്റെ കാലിൻ്റെ വിരലുകൾ ഇനി ചലിക്കില്ലെന്ന്. എന്നിട്ടിപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ കാരണക്കാരി എൻ്റെ പുറകിൽ നിൽപ്പുണ്ട്, എൻ്റെ ഭാര്യ മഹാലക്ഷ്മി. അത് കേട്ടിട്ട് കരുണയ്ക്കാകെ ദേഷ്യം വന്നിട്ട് മഹിയുടെ മുഖത്ത് പോലും നോക്കാനാകാതെ ചൂളി വിളറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ട് കണ്ണൻ പറയുന്നുണ്ട്, കണ്ടോ എനിക്കിങ്ങനെ ഭാഗ്യം വന്നത്, സഹിക്കാനാകാതെ ഒരുത്തി പോയത് കണ്ടോ. ഇനി ഓരോരുത്തർക്കായി അതുപോലെ പോകാം. ഇപ്പോൾ എൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചു. എനിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു എൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിക്കുമെന്നോ എനിക്ക് എണീറ്റ് നടക്കാൻ സാധിക്കുമെന്നോ. പക്ഷേ എൻ്റെ മഹി, അവൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പോലും. അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്നൊരാളുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ എണീറ്റ് നടക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതേസമയം കലിയോടെ പോയ കരുണയെ കാണാനായിട്ട് ഉണ്ണി പിറകെ പോകുന്നുണ്ട്. കരുണയുടെ ആ ഒരു ഭ്രാന്ത് കണ്ടിട്ട് ഉണ്ണിക്ക് ആകെ പേടിയാകുന്നുണ്ട്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, കരുണയെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വയറ്റിലൊരു കുഞ്ഞു കിടപ്പുണ്ട്, അതിനൊന്നും വരുത്തി വെക്കരുതെന്ന് പറയുമ്പം കരുണ ആകെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞത്? ഹോസ്പിറ്റലിൽ പോയ കണ്ണൻ ജീവനോടെ ഇനി തിരിച്ചു വരില്ല, ആംബുലൻസിൽ വെള്ള പുതപ്പിച്ച് കൊണ്ടുവരുന്നത് കാണാൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ. മാത്രമല്ല മഹി അവൾ വിധവയാകുന്നത് കാണാമെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഇവിടേക്ക് തിരിച്ചു വന്നത്. നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങളോടൊപ്പം നിങ്ങൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് കൂടെ വന്ന എനിക്കാണ് അതിലേറെ ഭ്രാന്ത്. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണണം. നാളെ രാവിലെ അയാളും മഹാലക്ഷ്മിയും കൂടെ എന്നെ കളിയാക്കും. ഇനി ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വരത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് പോയത്. എനിക്ക് നാളെ തന്നെ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്നത് കേട്ടിട്ട് ഉണ്ണിക്ക് ആകെ ദേഷ്യമാവുന്നുണ്ട്. നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും റിയാക്ട് ചെയ്താൽ ശരിയാവില്ല. നമ്മൾ സാഹചര്യം കൂടി നോക്കണം. എനിക്കങ്ങനെ സാഹചര്യം നോക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് 2 വീടുണ്ടെന്ന്. നിങ്ങളെയും കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല. ആ മേഘനാഥൻ എന്തൊക്കെ വീമ്പിളക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. പട്ടിയെ പോലെ വീണ്ടും വീണ്ടും എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അത് കേട്ട് ദേഷ്യത്തോടെ ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ വാക്കുകൾ അതിര് കടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി അതിര് കടക്കുമ്പോഴാണ് എൻ്റെ വാക്കുകൾ അതിര് കടക്കുന്നതെന്ന് കരുണയും മറുപടി പറയുന്നു. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, കണ്ണൻ തന്നെയാണ് ശരിക്കുള്ള ഹീറോ. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല. വീൽ ചെയറിൽ ഇരുന്നാണ് അയാൾ ഇങ്ങനെ ഓരോ വിജയങ്ങൾ കൈവരിക്കുന്നത്. മാത്രമല്ല ബിസിനസ്സിൽ പോലും അയാളാണ് നമ്പർ 1. അതിൻ്റെ താഴെയുള്ള നിങ്ങൾക്കൊന്നും ഒരു ചുക്കും സാധിക്കില്ല. പണം, അതാണ് മുഖ്യം. ഇട്ടുമൂടാനുള്ള പണം അയാൾക്കുണ്ട്.
നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങി തരണമെങ്കിൽ പോലും സ്വന്തം ചേട്ടനെ ഇരക്കണം. അങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കലിയോടെ നിൽക്കുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.